ഇറാനും ഹിസ്ബുള്ളയ്ക്കുമെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്നലെ നടന്ന ആക്രമണം ഇരു കക്ഷികളുടെയും പുതിയ തന്ത്രമായിരുന്നുവെന്നും ഇറാൻ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും അദ്ദേഹം അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള മറുപടി കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ നിലപാട്. ഇന്നലെ പുലർച്ചെയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയത്. US പ്രസിഡന്റിന്റെ നിർദ്ദേശം അവഗണിച്ച് ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചു. പിന്നീട് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും ആക്രമണം നിർത്തിവെച്ചു. തുടർന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നിർണായക നിലപാട് അറിയിച്ചത്. ഇറാനും ഹിസ്ബുള്ളയ്ക്കുമെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ וחיזבאללה חלשים מאי פעם ואנחנו חזקים מאי פעם. אבל המאבק שלנו איתם עדיין לא תם. ביממה האחרונה איראן וחיזבאללה ניסו לכפות עלינו משוואה חדשה, והמשוואה הזו היא בלתי נסבלת ובלתי מתקבלת על דעתי. הם חשבו שהם יירו משטח לבנון ואיראן על ישראל ושאנחנו לא נפעל. זה לא קרה וזה גם לא יקרה. ഇന്നലെ നടന്ന ആക്രമണം ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും തന്ത്രമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനെതിരെ മാത്രമാണ് ആക്രമണം നിർത്തിവെച്ചതെന്നും ഹിസ്ബുള്ളയ്ക്കെതിരെ നടപടി തുടരുമെന്നും നേരത്തെ തന്നെ ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനും ഹിസ്ബുള്ളയ്ക്കും കൃത്യമായ മുന്നറിയിപ്പും ഡൊണാൾഡ് ട്രംപിനുള്ള മറുപടിയുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.